ഉർവശിയും ജോജു ജോർജും ഒന്നിക്കുന്ന പുതിയ ചിത്രം ആശയുടെ പൂജ കഴിഞ്ഞു. 5 ഭാഷകളിലാണ് ചിത്രം എത്തുന്നത്. സഫർ സനിലാണ് ചിത്രം കഥയെഴുതി സംവിധാനം ചെയ്യുന്നത്. പകരം വയ്ക്കാൻ ആളില്ല, അതാണ് നടി ഉർവശി. ഒരിക്കലും റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത നടി കൂടിയാണ് താരം. സിനിമാ പ്രേമികൾക്ക് ഒട്ടനവധി മികച്ച കഥാപാത്രങ്ങൾ സമ്മാനിച്ച അഭിനേത്രി. ഉർവശി എന്ന് കേൾക്കുമ്പോൾ തന്നെ ആ സിനിമ കാണാൻ ആളുകൾക്ക് വളരെ താല്പര്യമാണ്. കാരണം നല്ല കഥയും നല്ല അഭിനയവും ഒരു നടിയിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിച്ചു കാണാൻ പറ്റുന്ന സിനിമകൾ തന്നെയാണ് ഉർവശി പ്രേക്ഷകർക്ക് സമ്മാനിക്കാറുള്ളത്. ബാലതാരമായി സിനിമയിലെത്തിയ ശേഷം ഉർവശി മലയാളത്തിനു പുറമെ തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിലെല്ലാം തന്റെ സാന്നിധ്യം അറിയിച്ച് ഞെട്ടിച്ചിട്ടുണ്ട് സിനിമാ ലോകത്തെ. അതുപോലെ തന്നെയാണ് മലയാളികളുടെ പ്രിയപ്പെട്ട ജോജുവും. ജൂനിയർ ആർട്ടിസ്റ്റായി തുടങ്ങി പിന്നീട് സഹനടനായി വേഷമിട്ട ജോജു ഇന്ന് മലയാള സിനിമയിലെ ഹിറ്റ് സിനിമാ സംവിധായകനും നടനുമാണ്. ജോസഫ് എന്ന ചിത്രത്തിലൂടെ കരിയർ മാറിമറിഞ്ഞ ജോജു ഇപ്പോൾ തമിഴ് സിനിമയിലും സൂപ്പർ താരമാണ്. ഇപ്പോഴിതാ സിനിമാ പ്രേമികൾക്ക് ഒരു സന്തോഷ വാർത്ത തന്നെയാണ് ഇരുവരും ചേർന്ന് നൽകുന്നത്. അതെ, നായകന്മാരായി ഉർവശിയും ജോജുവും അങ്ങനെ എത്തുകയാണ്. മലയാളത്തിന്റെ പ്രിയ താരങ്ങളായ ഇരുവരും ഒന്നിക്കുകയാണ്. ആശ എന്ന ചിത്രത്തിനാണ് ഇപ്പോൾ തുടക്കമായിരിക്കുന്നത്. തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രത്തിൽ വെച്ചാണ് സിനിമയുടെ പൂജ നടന്നത്. ആശയ്ക്ക് തുടക്കം കുറിച്ചതും മധു നീലകണ്ഠൻ സ്വിച്ച് ഓൺ നിർവഹിച്ചു. 5 ഭാഷകളിലായാണ് ചിത്രം പുറത്തിറങ്ങുക എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സിനിമയുടെ ടൈറ്റിൽ ലുക്ക് പോസ്റ്ററും പൂജാ ചടങ്ങിനിടെ അണിയറ പ്രവർത്തകർ പുറത്തിറക്കി. ചടങ്ങിൽ ജോജു ജോർജും മധു നീലകണ്ഠനും സംവിധായകൻ സഫർ സനലും ചേർന്ന് ഭദ്രദീപം കൊളുത്തി. നവാഗതനായ സഫർ സനലാണ് കഥയെഴുതി ചിത്രം സംവിധാനം ചെയ്യുന്നത്. അജിത് വിനായക ഫിലിംസാണ് ചിത്രം അവതരിപ്പിക്കുന്നത്. ചിത്രത്തിന്റെ തിരക്കഥയും സംഭാഷണവും ഒരുക്കുന്നത് ജോജു ജോർജും രമേഷ് ഗിരിജിയും സഫർ സനലും ചേർന്നാണ്. ഉർവശിയെയും ജോജുവിനെയും കൂടാതെ വലിയൊരു താരനിര തന്നെ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. വിജയരാഘവൻ, ഐശ്വര്യലക്ഷ്മി, പണിഫേം, രമേഷ് ഗിരിജ എന്നിവരാണ് മറ്റു പ്രധാന വേഷങ്ങളിൽ എത്തുന്നത്. ഒരിടവേളയ്ക്ക് ശേഷമാണ് ജോജു മലയാളത്തിലേക്ക് തിരിച്ചെത്തുന്നത് എന്ന പ്രത്യേകതയും ഈ ചിത്രത്തിനുണ്ട്. കാരണം പണി എന്ന ചിത്രം സംവിധാനം ചെയ്തതിനു ശേഷം തമിഴിലേക്ക് പോയ ജോജു ജോർജ് നിരവധി ഹിറ്റ് സിനിമകളിലൂടെ മിന്നുന്ന പ്രകടനമാണ് തമിഴിൽ കാഴ്ചവെച്ചത്. അതിനുശേഷമാണ് ഇപ്പോൾ മലയാളത്തിലേക്കുള്ള ഒരു തിരിച്ചുവരവ്. എന്തായാലും ഉർവശിയും ജോജുവും ഒന്നിച്ചെത്തുന്ന ഈ ചിത്രം ഏറെ പ്രതീക്ഷ നൽകുമെന്ന് തന്നെയാണ് സിനിമാ ലോകവും കാത്തിരിക്കുന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.